ശ്രീ വി വസീഫ്, നരേന്ദ്രമോദി ഒരു വിശ്വഗുരുവായി മാറി എന്നാണോ ശശി തരൂർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക? പുടിനായാലും സെലൻസ്കിക്കായാലും മഹ്മൂദ് അബ്ബാസിനായാലും ബെഞ്ചമിൻ നെതന്യാഹുവിനായാലും ഒരു ഞങ്ങൾക്ക് താല്പര്യമുള്ള ആൾ എന്ന നിലയിലുള്ള ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞോ? ഈ അമേരിക്കയെ പിണക്കരുത് എന്നതാണ് ബേസ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം. റഷ്യയിൽ പോയി റഷ്യയിലെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം കഴിഞ്ഞ മാസം പോയിട്ട് ഉക്രൈനിൽ പോയി സെലൻസ്കിയെ കണ്ടു. ഇത് സത്യത്തിൽ ഏതോ ഒരു ഡിപ്ലോമസിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രാജ്യ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും ചെയ്തതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര വലിയ ഒരു സ്വാധീനത്തിലേക്കൊന്നും ആരെത്തിയിട്ടില്ല, നരേന്ദ്രമോദി എത്തിയിട്ടില്ല. അങ്ങനെ പറ്റൂല. ഇവിടെ പറഞ്ഞു ഇന്ത്യ ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ നിങ്ങൾ ഇവിടെ BJP-ക്കാരൻ ചോദിച്ചു, ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. ഞങ്ങൾ ഇതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നാറ്റോ സഖ്യത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന അമേരിക്കയുടെ താല്പര്യമാണ് ഈ യുദ്ധം. അതാ ഈ യുദ്ധത്തിന്റെ കാരണം. ഞങ്ങൾ അവിടെയും പറഞ്ഞു, ഉക്രൈനിലെ ജനങ്ങളെ പാവങ്ങളെ കൊന്നു തള്ളുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകണം. അമേരിക്ക തന്നെയാണ് ഇതിൽ ആദ്യം താല്പര്യമെടുക്കേണ്ടത്. ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഇന്ന് നിർത്താൻ തീരുമാനിച്ചാൽ ഇന്ന് നിർത്താൻ പറ്റുന്ന യുദ്ധമേ അവിടെയുള്ളൂ. പക്ഷെ അമേരിക്ക ഇത് ചെയ്യില്ല. എല്ലാ യുദ്ധങ്ങളിലും നിങ്ങൾ എടുത്തോ, ഈ നൂറ്റാണ്ടിൽ ഉണ്ടായ യുദ്ധങ്ങളിലെല്ലാം അമേരിക്കക്ക് കൃത്യമായ റോളുണ്ട്. ആ അമേരിക്കയോട് വിധേയപ്പെട്ട് ഇന്ത്യ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങളെ കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുവരുമ്പോൾ അതൊരു തന്ത്രത്തിന്റെ ഭാഗമായി മിണ്ടാതിരുന്നതാണ് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അത് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ പറയേണ്ടിയിരുന്നു. എന്തിന് തൊട്ടടുത്തുള്ള നേപ്പാൾ പോലും ആർജവത്തോടു കൂടി പറയുന്ന സമയത്ത് എന്തേ ഈ ഇന്ത്യയിലെ ഭരണാധികാരിക്ക് അങ്ങനെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാതെയായി പോയി? അതൊന്നും ഈ ജനങ്ങളെടുത്ത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. പിന്നെ നിങ്ങൾ അക്രമവും യുദ്ധവും ഒക്കെ അവസാനം മണിപ്പൂരിൽ പോയി നോക്കാത്തവരാണ് ഈ ലോക സമാധാനത്തിന് വേണ്ടി ശബ്ദിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ BJP പറയുന്നത്? എന്ത് വിശ്വഗുരു എന്ന് പറയുന്നത്? ഇവിടെ ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന നടപടി സ്വീകരിക്കുന്ന നിങ്ങളാണോ ഈ ലോക പോലീസിന്റെ യുദ്ധത്തിനെതിരെയുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത്? അതൊന്നും അങ്ങനെ അംഗീകരിച്ചു തരാൻ പറ്റില്ല. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ, ചിലപ്പോൾ അടുത്ത ദിവസം ഇനിയും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നു എന്ന് കരുതാം. അദ്ദേഹം ചിലപ്പോൾ ഒരു UN കോൺസുലേറ്റിലൊക്കെ നിന്ന് അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം മാറിപ്പോയി, എങ്ങനെയാ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് സത്യത്തിൽ നരേന്ദ്രമോദിയെ, ഇന്ത്യയുടെ സ്റ്റാൻഡ് ഒക്കെ, നരേന്ദ്രമോദിയെ പുകഴ്ത്തേണ്ട ആവശ്യകതയിലേക്കൊന്നും അവർ പോകരുത്. കോൺഗ്രസ് ആണെങ്കിൽ ഇതിലിപ്പോൾ വല്ലാത്തൊരു പെടലാണ് കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ പോലും AICC വലിയ ശക്തമായ ഭാഷയിൽ ശശി തരൂരിനെ തിരുത്താനും ഇടപെടാനും ഒക്കെ ശ്രമിച്ച AICC ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് യുദ്ധമാവട്ടെ, യുദ്ധം അവസാനിപ്പിക്കണം, ഈ കൂട്ടക്കുരുതികൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ഗസയിലായാലും ഉക്രൈനിലായാലും ഇത് സംഭവിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എല്ലാ കാലത്തും ഇറാഖിലായാലും ഇറാനിലായാലും അക്രമം നടക്കുന്ന സംഭവങ്ങൾക്കെതിരെ എല്ലാം ഞങ്ങൾ നിലപാട് സ്വീകരിക്കാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്. എന്നാൽ അവിടെയെല്ലാം അമേരിക്ക എടുക്കുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് BJP എടുക്കുന്ന നിലപാട്. അത് BJPയുടെ ഒരു വിദേശകാര്യ നയം തന്നെ അങ്ങനെയാണ്. അതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത്, അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി.